നമസ്കാരം. ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. എങ്ങനെയാണോ ആ ദിവസത്തിൻ്റെ തുടക്കം എന്നതിൻ്റെ ആവർത്തനങ്ങളാവാം ആ ദിവസത്തിലുടനീളം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഇതിനെ റിപ്പിൾ എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള സമയം നമ്മൾ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് നാം ഒരു അലാം സെറ്റ് ചെയ്തു. ആ ഒരു വേക്കപ്പ് കോൾ വരുമ്പോൾ ആ അലാം സ്നൂസ് ചെയ്ത് വെച്ച് വീണ്ടും നമ്മൾ കിടന്നുറങ്ങുവാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ അത് നമ്മുടെ മടിയല്ല, പകരം ഒരു മാറ്റിവെക്കലാണ്. ഈ മാറ്റിവെക്കുന്ന പ്രവണത പിന്നീടുള്ള പല പ്രവർത്തനങ്ങളിലും ആ ദിവസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ മാറ്റിവെക്കലുകളെ ഒഴിവാക്കപ്പെടാൻ കാരണം ഈ മാറ്റിവെക്കലുകളാണ് നമ്മുടെ പല വിജയത്തിൻ്റെയും എതിര് നിൽക്കുന്ന സംഗതി. അങ്ങനെ ഈ മാറ്റിവെക്കലുകളെ ഒഴിവാക്കുവാനായിട്ട് തലേ ദിവസം ബെഡിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ പിറ്റേ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് ഏതാണുള്ളത്, രാവിലെ ഞാൻ ഏതാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ചിത്രം മനസ്സിൽ വരുത്തുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ടൈം ടേബിൾ പ്രകാരം ബുക്കുകൾ അടുക്കി പെറുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു അധ്യായം കൂടെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാഗവും കൂടെ പഠിച്ചു തീർക്കുക. വീട്ടമ്മമാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. മറ്റ് ജോലിക്കാരാണെങ്കിൽ അവരുടെ ജോലി സാമഗ്രികളെല്ലാം ഒരുക്കി വയ്ക്കുക. ഇങ്ങനെ എന്തു ആവട്ടെ, ഏതാണോ ചെയ്യേണ്ടത് അത് മനസ്സിൽ ഉറപ്പിച്ചു വേണം നാം കിടക്കുവാനായിട്ട്. ഈ വേക്കപ്പ് കോൾ അല്ലെങ്കിൽ അലാം വരുമ്പോൾ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ആ ഒരു പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. നമ്മുടെ ദിനചര്യങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കിക്കൊണ്ട് മെഡിറ്റേഷൻ പോലുള്ള ശാന്തത ലഭിക്കാൻ സാധ്യതയുള്ള, കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾക്കായിട്ട് അല്പസമയം ചെലവഴിക്കുക. അതിനുശേഷം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ചലനാത്മകമാക്കുക. ആ ശരീരത്തെ ചലനാത്മകമാക്കേണ്ടതിലേക്ക് ചില്ലറ വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. അത് വളരെ കുറഞ്ഞ സമയമെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറക്കത്തിൻ്റെ ഇനേർഷ്യയിൽ നിന്നും മോചിതരാകുന്നു. അതിനുശേഷം നാം തലേ ദിവസം വ്യക്തത വരുത്തി വെച്ച ആ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ രാവിലെ നാം ചെയ്തു തീർക്കുമ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യമായ വഴിയിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.